നല്ല മഴ ആയതിനെക്കൊണ്ടാണ് ചെടികളിലൊക്കെ വെള്ളം നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ നനച്ചതാണോ എന്ന്. ഒരിക്കലല്ല കേട്ടോ, നല്ല മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ. ഈ ഒരു ബന്തി കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒന്നിച്ച് വെക്കണം, വലിയൊരു ഷോ ആക്കണം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് ടൈമില്ലായിട്ടാണ്. ഈ ഒരു വിങ്കാറോസൊക്കെ പറ്റ കിടപ്പിലായിട്ടോ, കാരണം അത്ര കണ്ട് മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ വെള്ളം നിന്ന് പറ്റ കിടപ്പിലായി. അപ്പോൾ ഞാനിങ്ങനെ എണീപ്പിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് വെള്ളമൊക്കെ ഒഴിവാക്കണ്ടോ. ഇന്ന് മൊത്തം എനിക്ക് തന്നെയായിരുന്നു പണി. കാരണം പൂക്കളിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. പണി പറഞ്ഞാൽ ചില്ലറ പണിയില്ലായിരിക്കും, 8ൻ്റെ പണി കിട്ടും. വെള്ളം നിന്ന് കഴിഞ്ഞാൽ പൂക്കളൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകട്ടോ. നമ്മളെന്തെങ്കിലും സാധനങ്ങൾ അധികമായിട്ട് വെള്ളത്തിലിട്ടാൽ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ ഫ്ലവേഴ്സും ചീഞ്ഞ് പോകും. ഇന്നും ഇനി മഴയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ നോക്കിയേ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കുടഞ്ഞൊക്കെ ഇങ്ങനെ സെറ്റാക്കണം. കുലക്കുത്തി പൂവിടുകയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് മക്കളെ, എന്തോരം പൂവാണ് എനിക്ക് ഈ ഒരു ബോൾസം തന്നിട്ടുള്ളതെന്നറിയോ? എൻ്റെ കൂടെ സ്റ്റാർട്ടിങ്ങിലേ ഉള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം പൂക്കൾ എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഈ ഒരു ബോൾസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ 100ൽ 100ഉം സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞാൽ പോരാ, ഹാപ്പി ഡബിൾ ഹാപ്പി. അത്ര കണ്ട് എനിക്ക് സന്തോഷമാണ് ഈ ബോൾസത്തിനെ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാമറ സ്പേസും ഈ ഒരു ബോൾസത്തിന് തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ടാവുക. ഈ ഒരു ബോൾസ് എനിക്ക് ഒത്തിരി പൂക്കൾ തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് ടോക്കിങ്ങിലും ഈ ഒരു ബോൾസത്തിനെ ഞാൻ പൊക്കി പറഞ്ഞിട്ടുണ്ടാകും. അതേന്ന് കരുതി മറ്റുള്ള ചെടികൾ മോശക്കാരൊന്നുമല്ല കേട്ടോ. അവരെ എന്തെങ്കിലും പറയണമെന്നും എനിക്ക് പറ്റുന്നില്ലേ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറയും കേട്ടോ ചിലവർ വന്നിട്ട്. അപ്പോൾ എനിക്കത് പറ്റുന്നില്ല, കാരണം ഞാൻ അത്രയും പൊന്നോമനിൽ കൊണ്ടെടുക്കുന്ന ചെടികളാണേ. ഈ റോസിലൊക്കെ നന്നായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണേ. നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ വെറുതെ തല്ലിടുന്നത്, നമ്മളെ പഞ്ചുകുരങ്ങനെ പാട്ടി ഓടിച്ച പോലെ ചെയ്യുന്നല്ല കേട്ടോ. ആദ്യത്തെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഇങ്ങനെ തട്ടി കൊടുക്കണ്ടോ, അതിനെ നോവാത്ത രീതിയിൽ. പഞ്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മിക്കുന്നത്, ഇപ്പോൾ ഒരു മൃഗമായിട്ട് പോലും ലോകം മൊത്തം ആ പഞ്ചിനെ അംഗീകരിച്ചു. ഞാൻ ഇതിപ്പോൾ ഇവിടെ എടുത്തിടാനുള്ള കാരണം എന്താ വെച്ചാൽ, മുമ്പൊരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ, ചൂടുവെള്ളം ഒഴിക്കണം ചെടിക്ക്, അതുപോലെ ഐസ് കട്ടകൾ കൊടുത്തിട്ട് ചെടീൻ്റെ മുരട്ടിടുകയാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കണം, എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരാൾ നമ്മെ പ്രയാസപ്പെടുത്തി എന്ന് വെച്ചിട്ട് നമ്മളവിടെ തോൽക്കുന്നില്ല. ഒരാൾ നമ്മളെ നിരന്തരം പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവം അത് കാണുന്നുണ്ട്. അപ്പോൾ ദൈവം വേറൊരു വഴിക്ക് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. പഞ്ച് കുരങ്ങനെ പോലെ എല്ലാവരും ആട്ടി ഓടിച്ചപ്പോൾ ലോകം മൊത്തമാണ് പഞ്ചിനെ ഏറ്റെടുത്തത്. നമ്മെ ജീവിക്കാൻ അനുവദിക്കാത്തവരുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നല്ലൊരു പൊസിഷനിൽ എത്തണം. അതിന് നമ്മൾ വെറുതെ ഇരിക്കരുത്. പക്ഷേ എത്ര വലിയ പൊസിഷനിലെത്തിയാലും ഇവർക്ക് അസൂയ കൊണ്ട്, ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അസൂയെ കൊണ്ട് അപ്പോഴും അവർ നമ്മളെ നെഗറ്റീവ് അടിക്കും. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, ഇപ്പം ഞാൻ എവിടെ എത്തി നിൽക്കുന്നു, എന്നെ പറഞ്ഞവരെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. നാക്ക് കൊണ്ട് കുത്തി നോവിപ്പിക്കുന്നവരുണ്ടല്ലോ, അവരെ പഠിച്ചത് അങ്ങനെ പാടിക്കൊണ്ടേ നിൽക്കും. അവരെ എപ്പോഴും ഒരേ സ്റ്റാൻഡിലൊന്നും ആവാണ്ട് അവിടെ തന്നെ നിൽക്കുള്ളൂ. അവർക്കുള്ള മറുപടിയാണ് മൗനം കൊണ്ട് നേരിടുക, എന്നിട്ട് നമ്മളെ വഴിക്ക് നമ്മൾ പോവുക. നമ്മുടെ സൃഷ്ടാവ് അവരെല്ലാം നമ്മളെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വിട്ടത്. പിന്നെ അവരെന്തിന് നമ്മൾ ഗൗനിക്കണം? നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുക, ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അത്രേ ഉള്ളൂ കേട്ടോ. അത് പോട്ടെ, ഞാൻ ആ ഒരു കമൻറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ പഞ്ചുകുരങ്ങൻ നമ്മുടെ മുന്നിൽ നല്ലൊരു മാതൃകയാണ്. അപ്പോൾ ഞാൻ ആ ടോക്ക് എടുത്തിട്ടതാണ് കേട്ടോ. ഞാൻ സമൂഹത്തിൻ്റെ മുന്നിലായാലും എനിക്കൊരു മോട്ടിവേഷൻ കൊടുക്കേണ്ട സമയമായാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പറയാറ്. നമ്മുടെ മുന്നിലിരിക്കുന്ന സദസ്സിലിരിക്കുന്നവരോട് ഇങ്ങനെ തന്നെയാണ് പറയാറ്. അത് പോട്ടെ, ഞാൻ ആ അന്നത്തെ കമൻറ്റിൻ്റെ മനസ്സിൽ എപ്പോഴും പോയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം അത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളേ, വിങ്കാറോസ് വെള്ളത്തിൽ കുതിർന്ന് ആകെ ടയേർഡായിരിക്കുന്നുണ്ടോ. ഇനി ഒന്ന് വെയിലുദിച്ചാലേ വിങ്കാറോസൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. വിങ്കാറോസ് നല്ല അധികം ഫ്ലവേഴ്സും വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടായോ? അതൊക്കെ ഒന്ന് പറയൂ കേട്ടോ. കോഴി ഇപ്പോഴാണ് ഞാനിവിടെ വോയിസ് കൊടുക്കുന്നത് അറിയുന്നത് കേട്ടോ. ഞാൻ മൊത്തത്തിലൊരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെടികളൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബഹുമാനം തോന്നുന്നുണ്ട് കേട്ടോ എന്നോട്. പിന്നെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ടോട്ടോ കുറച്ച് കൂടുന്നുണ്ട്. ഈ മൊട്ട് ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയതാട്ടോ. ഇന്നലെ ഈ ചെമ്പരത്തി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാൻ മറന്നതാണ്. രാത്രി പിന്നെ ചെടീൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചിരുന്നത് നാളെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന്. ആ നാളായപ്പോഴത്തേനും നല്ല മഴ പെയ്താകെ വാടി കുഴഞ്ഞത്. ഇനിയിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. ഇത് നമ്മുടെ ഡെക്കോമൻ്റെ മൊട്ടുകളാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് മുറ്റത്ത് ഒത്തിരി പൂക്കൾ ഇതന്നെയായിരുന്നു കേട്ടോ. ഒത്തിരി പൂക്കൾ തന്നൊരു ഡെക്കോമേണത്. അപ്പോൾ ഇത് 4 ദിവസം മുട്ടിന് ഒരു 5ാമത്തെ ദിവസമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇത് വിരിയുന്നത്. അപ്പോഴേ ഞാൻ ആകെ മുഷിപ്പിക്കണില്ല, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഞാൻ പോയിട്ടോ.